ഞാൻ ആദ്യമായിട്ട് രാജേട്ടനെ നേരിട്ട് കാണുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ്. ഒരു സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് സുകുമാരൻ. എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ എന്തായിരുന്നു പൃഥ്വിരാജിനെ കുറിച്ചിട്ട്? ഞാൻ കൂടുതൽ രാജേട്ടനെ കുറിച്ച് കേട്ടിരിക്കുന്നത്, ഞാൻ കുറെ തവണ എഴുതി സ്വന്തം പേര് ഇമ്പോസിഷൻ എഴുതി പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഹൊറർ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഹൊറർ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ചെറുപ്പം തൊട്ട് നല്ലോണം വായിക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ റൈറ്ററും കൂടിയാണ്. ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ എന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് ശരിക്കും ഹെൽപ്പ് ചെയ്തു കേട്ടോ. ചൈതന്യത്തിന് ഞാൻ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാക്സിമം ബെസ്റ്റ് ചെയ്യാൻ പറ്റുക ഇന്ദു ഗോപൻ ചേട്ടനോട് സംസാരിക്കാം. ഒരു ഫാൻ ഗേൾ ആണ് ഞാനെന്ന് പറയാൻ പറ്റുമെങ്കിൽ ആരുടെ ഫാൻ? ഉർവശി ചേച്ചിയുടെ. അതെ, ഞാനിങ്ങനെ ദൈവമേ കണ്ണിൽ തന്നെ ഉണ്ട് ഇതെങ്ങനെ ആക്ഷൻ കട്ടിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ ആസ് എൻ ആക്ടറും അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് ഞാൻ ശരിക്കും കണ്ട് പഠിച്ചത് രാജേട്ടനായിരുന്നു. ഭയങ്കര മെമ്മറി പവർ ആണ്. 3 പേജ് 4 പേജ് ഡയലോഗ് ഒറ്റയിരിപ്പിന് തെറ്റിക്കാണ്ട് പറയും. എനിക്ക് ഇഷ്ടമാണ്. വളരെ മൈന്യൂട്ടായുള്ള ചില കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ നമ്മൾ മറയൂരൊരു പൂജ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഞാൻ Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, the smartphone expert. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് പ്രിയമതയാണ്. വെൽക്കം. ഹായ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് വിലായത്ത് ബുദ്ധയുടെ വിശേഷങ്ങളുമായിട്ടാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഒരു നോവലാണ് ഇപ്പൊ മൂവി ആയിട്ട് മാറുന്നത്. അതെ. അപ്പോൾ ഫസ്റ്റ് ടൈം ആണോ അങ്ങനെ ഒരു കഥ? അല്ല, എൻ്റെ ഫസ്റ്റ് മൂവി തൊട്ടപ്പൻ ആക്ച്വലി ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. ഫ്രാൻസിസ് നറോണയുടെ ഷോർട്ട് സ്റ്റോറി സിനിമയായതാ. ബട്ട് ഇതെന്റെ സെക്കൻഡ് ടൈമാണ് ഒരു ഷോർട്ട് സ്റ്റോറി സിനിമയാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ? നമ്മളിങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് ഈ ഓരോ ക്യാരക്ടറിനെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, അവരുടെ അപ്പിയറൻസ്, ഒരു സീൻ ബൈ സീൻ. ശരിക്കും ആദ്യം വായിച്ചിരുന്നോ ഷോർട്സ്? ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഷോർട്ട് സ്റ്റോറി വായിക്കുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് നല്ലോണം വായിക്കുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ റൈറ്ററും കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മറ്റേ ഇമാജിനേഷൻ. അതെ. അപ്പൊ വായിക്കുമ്പോൾ നമുക്ക് എന്തും ഇമാജിൻ ചെയ്യാലോ. ഒരു ബഡ്ജറ്റില്ലല്ലോ ഇമാജിനേഷൻ, സിനിമയ്ക്കല്ലേ ബഡ്ജറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ പണ്ടിങ്ങനെ ഒരു ബുക്ക് വായിച്ചിട്ട് അത് സിനിമയാവുമ്പോൾ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നോക്കും, ഞാൻ ഇമാജിൻ ചെയ്ത് തന്നെയാണോ അല്ലയോ. ബട്ട് പിന്നെ നമ്മൾ സിനിമ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും പ്രഷർ മനസ്സിലായത്. ഫസ്റ്റ് സിനിമ ഒരു ബുക്കായിരുന്നു, ബെസ്റ്റ് സെല്ലിംഗ് ഒരു നോവലായിരുന്നു തൊട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട്. ബട്ട് അതും അതിൻ്റെ ആ ഒരു ചാലഞ്ചിലും ഉണ്ട് ഒരു എക്സൈറ്റ്മെന്റ്. കാരണം ഇപ്പൊ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു സ്റ്റോറി GR ഇന്ദു ഗോപന്റെ എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കഥേനെ കുറിച്ച്. ഞാൻ പരിചയപ്പെട്ട മിക്ക ആൾക്കാരും ഈ സ്റ്റോറി വായിച്ചിട്ടുണ്ട്. ആൻഡ് അവർക്ക് ഒരു ഗംഭീര കഥയാട്ടോ ഇത്. വായിച്ചിട്ടുണ്ടോ ഇതിന്റെ? വായിക്കണം കേട്ടോ. ആക്ച്വലി അത് ഒറ്റയിരിപ്പിന് വായിക്കാൻ പറ്റും. ഒറ്റയിരിപ്പിന് വായിക്കണം. ചെറിയൊരു പുസ്തകം, ചെറിയ സ്റ്റോറിയാണ്. ആൻഡ് ആടിപ്പൊളി സ്റ്റോറിയാണ്. ഗംഭീരമായിട്ടുള്ള റൈറ്റിംഗ് ആണ്. ബട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിലുമാണ്. വളരെ സിമ്പിൾ, കുറച്ച് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇക്വേഷനും കുറച്ച് കാര്യങ്ങളും. അപ്പോൾ ഇത്ര ആൾക്കാർ വായിച്ചൊരു സ്റ്റോറി അവരുടെ മനസ്സിൽ, ഇപ്പം എൻ്റെ കഥാപാത്രത്തിന്റെ പേര് ചൈതന്യം, അവരുടെ മനസ്സിലൊരു ചൈതന്യമൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആയിരിക്കണം, ഞാൻ ഈ ശബ്ദവും രൂപമൊക്കെ കൊടുത്തിട്ട് ഇതായിരിക്കോ എന്നൊക്കെ ഒരു തോട്ടൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. ബട്ട് എനിക്ക് ബെസ്റ്റായിട്ട് അതിന് എന്താ ചെയ്യാൻ പറ്റുക? ഇന്ദു ഗോപൻ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് മാക്സിമം സംസാരിക്കുക. കാരണം ഇന്ദു ഗോപൻ ചേട്ടനല്ലേ ഈ കഥയ്ക്കും ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ജന്മം കൊടുത്തത്. ഹീ ഈസ് ദ മദർ ഓഫ് ദിസ് സ്റ്റോറി ആൻഡ് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറേ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. ഇതന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ച ചൈതന്യം? ഇതാണോ നിങ്ങൾ മനസ്സിൽ കണ്ട ചൈതന്യം? ഞാനൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പം കാരണം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്ത ആള് സാറ്റിസ്ഫൈഡ് ആണോ? നമ്മൾ 100% കൊടുക്കണം. മോർ ദാൻ 100%. സത്യം, മോർ ദാൻ 100%. എന്തൊക്കെയാ വെയിറ്റ് ഒക്കെ ഗെയിൻ ചെയ്തു? വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു കുറച്ച് കിലോസ് ഗെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കാരണം ആ കഥാപാത്രത്തിന്റെ ആ ഒരു ഫിസിക്ക് ആവശ്യപ്പെടുന്ന ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കൊച്ചിയിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിന് ഫസ്റ്റ് ഡേ ഞാൻ പ്രിയംവദ എന്ന
എൻ്റെ കോസ്റ്റ്യൂമിലൊക്കെയാണ് പോയത്. പിന്നെ അവരെന്നെ പറഞ്ഞു, അസോസിയേറ്റ് എന്നോട് പറഞ്ഞു, പ്രിയമത് ഒരു കാര്യം ചെയ്യൂ, ചൈതന്യത്തിന്റെ ഒരു കോസ്റ്റ്യൂം തരാം, നാളെ തൊട്ട് ചൈതന്യത്തിന്റെ സാരിയൊക്കെ ഇട്ട് വരൂ. അപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആവും, കുറച്ചും കൂടി ആ ഒരു ബാരിയർ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പിൽ ഒരു ക്യാരക്ടർ കോസ്റ്റ്യൂം ഇട്ട് പോണത്. അത് രസമല്ലേ, കാരണം ബാക്കി എല്ലാവരും നോർമൽ കോസ്റ്റ്യൂം, ഞാൻ മാത്രം വേറൊരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് രസമായിരുന്നു അത്. പിന്നെ അത്യാവശ്യം നല്ലോണം റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മറയൂരേക്കൊക്കെ പോണതിന് മുന്നേ ഇവിടെ വിനോദ് ഗംഗ അസോസിയേറ്റ് ആണ്, അസോസിയേറ്റ് ഡയറക്ടർ, ആൻഡ് കിരൺ റാഫേലും അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആണ്. വിത്ത് ജയൻ ചേട്ടൻ നമ്മുടെ ഡയറക്ടർ. ഇവർ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നും എൻ്റെ കൂടെ ഇരുന്ന് റിഹേഴ്സ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ചൈതന്യമായിട്ട് എൻ്റെ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ വിനോദേട്ടനാണ് ഡബിൾ മോഹനനായിട്ട് പെർഫോം ചെയ്യുന്നത്. വിനോദേട്ടൻ അടിപൊളി ഒരു ആക്ടറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് മറയൂർ പോണത് ഈ പടത്തിന്റെ ഷൂട്ടിന്റെ മുമ്പാണ്. അതിന് മുമ്പേ മറയൂർ പോയിട്ടില്ല ഇതുവരെ. 3 വരെ പോയിട്ടുള്ളൂ. എന്റെ വീട്ടിൽ മറയൂർ ശർക്കര എന്ന് എഴുതിയ പാക്കറ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഇതുവരെ പോയിട്ടില്ല. രസമാണ്. 3 വരെ പോയിട്ടുണ്ട്, ഇടുക്കി വരെ പോയിട്ടുണ്ട്. പക്ഷെ മറയൂർ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ബ്യൂട്ടിഫുൾ. മറയൂര്, കാന്തല്ലൂര്, എന്ത് രസമുള്ള സ്ഥലം. അപ്പൊ അവിടെ പടം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു 9-10 ഡേയ്സ് മുമ്പാണ് പോയത്. അവിടെയും ഒരു ചെറിയ ക്യാമ്പ് ഉണ്ടായിരുന്നു മറയൂര് വെച്ചിട്ട്, ഒരു 2-3 ഡേയ്സ് ക്യാമ്പ് ഐ തിങ്ക്. പിന്നെ അവിടെ ഇനി എന്താ ചെയ്യാൻ പറ്റുക, മറയൂരെത്തി, ഇനി ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ വണ്ടർഫുൾ ടീമായിരുന്നു കേട്ടോ, ഈ ഡയറക്ഷൻ ടീമും എല്ലാവരും. എല്ലാം ആക്ടേഴ്സിനും ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അവര് ഒരുക്കി തന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു, ഒരു സൗകര്യമായിരുന്നു. അവിടെ ഒരു ടൈലറിങ് ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു തുന്നൽ കട, തുമ്പീസ് എന്ന് പറഞ്ഞൊരു തുന്നൽ കട ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലേഡീസ് ടൈലറിങ് ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എത്രയധികം ലേഡീസ് വന്നു പോകുന്നൊരു സ്പേസ് ആയിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, ചൈതന്യ ഒരു കാര്യം ചെയ്യ്, എന്നും രാവിലെ റെഡി ആയിട്ട് അവിടെ പോയിക്കോ, അവിടെ ഇരുന്നോ, അവരിലൊരാളായിക്കോ. ഇപ്പൊ തുന്നാൻ അറിയില്ലെങ്കിൽ തുന്നണ്ട, അവിടെ റിസപ്ഷനിൽ ഇരിക്കുക. അപ്പൊ ഞാൻ എന്നും പോവും, രാവിലെ റെഡിയായി പോവും, ജോലിക്ക് പോണ പോലെ അവിടെ പോവും, അവിടെ ഇരിക്കും. ആൻഡ് കുറച്ച് അത് തന്നെ ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കും, ഇപ്പം എന്നിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനെ ശരിക്കും ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അത് കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്തെടുക്കാൻ. അത് മാത്രമല്ല, ഓരോ ടെറൈനിലെ ആൾക്കാർ നടക്കുന്ന രീതികളും ഡിഫറെന്റ് ആയിരിക്കും. അതെ, അത് കുറച്ചും കൂടി ഒരു ഹൈ റേഞ്ച് ഉള്ളൊരു ടെറൈനാണ്. തണുപ്പ്. അപ്പോൾ കുറേയൊക്കെ ഷൂട്ടിന് കുറച്ച് ദിവസം മുന്നേ പോയി അവിടെ നിന്ന് തുടങ്ങിയത് കൊണ്ട് ഷൂട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ അറിയാണ്ട് അഡാപ്റ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ടാവും. നടപ്പിലൊക്കെ എന്താ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി വേർഡ്സിൽ പറയാൻ അറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ തൃശ്ശൂരുകാരിയാണ്. തൃശ്ശൂരിന്റെ ടെറൈനേ അല്ല മറയൂർ ടെറൈൻ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മൾ അറിയാണ്ട് തന്നെ എവിടെയെങ്കിലും ഒക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ. ബോഡി ലാംഗ്വേജസിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ലേഡീനെയൊക്കെ ഇതുപോലെ ഇതിന് ചൈതന്യം ഇല്ലില്ല. കാരണം ചൈതന്യത്തിനെ ഞാൻ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാക്സിമം ബെസ്റ്റ് ചെയ്യാൻ പറ്റുക ഇന്ദു ഗോപൻ ചേട്ടനോട് സംസാരിക്കാം. അതെ. ഇപ്പൊ രാജുവേട്ടനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മള് എപ്പോഴും കാണുന്ന ആ ഒരു ലുക്കേ അല്ല, ശരിക്കും ആ ഒരു നാട്ടിലുള്ള ഒരാളായിട്ട് ഡബിൾ മോഹനൻ. അതെ, അവിടെ ഉള്ള ഒരാളായിട്ട് മാറി. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് ചെയ്തു ആ ഒരു എപ്പോഴും നമുക്ക് രാജുവേട്ടനെയൊക്കെ മേക്കപ്പ് ഇല്ലാണ്ട് കണ്ടാലും മറ്റേ ഒരു ഗ്ലാമർ, ഒരു പോഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടറിനോട്ട് അത്രയും നിന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷനുള്ള സോങ് സീക്വൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിലുള്ള ആ 2 പേരാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ നമുക്ക് പ്രിയമതേനെയും കാണാൻ പറ്റുന്നില്ല, പൃഥ്വിരാജിനെയും കാണാൻ പറ്റുന്നില്ല. അത് ആക്ച്വലി കേട്ടതിൽ നല്ല സന്തോഷം. കാരണം നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മളെ കാണരുത്, കഥാപാത്രത്തെ തന്നെ കാണണം എന്നാണല്ലോ. അപ്പൊ അത് പറയുമ്പോ ആക്ച്വലി ഹാപ്പി. ശരിക്കും പറഞ്ഞാല് ഇപ്പം പ്രിയമത ഈ ഒരു ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു. രാജുവേട്ടൻ എങ്ങനെയായിരുന്നു ഈ ഒരു റോളിലോട്ട് മാറിയത്? ആസ് എ വ്യൂവർ അത് കണ്ടപ്പോ എങ്ങനെയാ ഫീൽ ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ രാജുവേട്ടൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. തീർച്ചയായിട്ടും അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയും ഇയേഴ്സ് ഓഫ് ബ്രില്യൻസ് ഉണ്ട്. ഈ സ്റ്റോറീസ് മൂവി ആവുന്നത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെ. അത് മാത്രല്ല, ആള് സ്വന്തം ഒരു ബ്രില്യൻ ഫിലിം മേക്കറും കൂടിയാണ്. അപ്പോൾ
രാജേട്ടൻ്റെ പ്രോസസ്സ് എന്താണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് രാജേട്ടനെ നേരിട്ട് കാണുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ്. അപ്പം അന്ന് ഞാൻ കാണുന്നത് പൃഥ്വിരാജ് സുകുമാരനായിട്ടാണ്, ഒരു സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് സുകുമാരൻ. നമ്മളെല്ലാവരും സ്നേഹത്തോടെ രാജുവേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ. പക്ഷെ അടുത്ത ദിവസം ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ രാജുവേട്ടനെ പിന്നെ കാണുന്നത് ഈ മോഹനൻ്റെ കോസ്റ്റ്യൂം, മുണ്ട്, ആ ട്രൗസർ, ഈ ഷർട്ട്, അതിൻ്റെ അകത്തൊരു ബനിയൻ, ആരുമാൻ, ഇതായിട്ടാണ് ഞാൻ രാജുവേട്ടനെ സെറ്റിൽ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഡബിൾ മോഹനനായിട്ടാണ് കണ്ടത്. അപ്പൊ അത് ഭയങ്കര രസമാണ് കേട്ടോ, രസമുള്ളൊരു പരിപാടിയാണ് അത്. ഇത് ഫുൾ എങ്ങനെയാ ഇപ്പൊ പറയാ, ഒരു ഫുൾ ത്രില്ലർ ജോണറിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ത്രില്ലറല്ല, നമ്മൾ ഈ അയ്യപ്പനും കോശിയിലൊക്കെ കണ്ടപ്പോ നമുക്കൊരു സംഭവം ഉണ്ട്, അത് എന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ എന്തായാലും അഡ്രിനാലിൻ റഷ് ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് സ്റ്റോറിയിലാണെങ്കിലും അത് മേക്കിങ്ങിലാണെങ്കിലും ആ ഫ്രെയിംസും അത് നമ്മൾ ശരിക്കും നമുക്കൊരു അഡ്രിനാലിൻ റഷ് എന്തായാലും ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതെ, തിയേറ്റർ മസ്റ്റ് വാച്ച് അല്ലേ? തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ആക്ച്വലി ഷമ്മിച്ചേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും, ഷമ്മിച്ചേട്ടനാണോ ഇത്? അല്ലേ, ഷമ്മിച്ചേട്ടൻ ചെയ്ത കഥാപാത്രം ഭാസ്കരൻ മാഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഇപ്പൊ വിലായത്ത് ബുദ്ധയുടെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് പേജ് കവർ എന്ന് പറയുമ്പോൾ വിലായത്ത് ബുദ്ധ മരം, ഒരു കട്ടിലുണ്ട്, അതിൽ ഭാസ്കരൻ മാഷുണ്ട്. ഭാസ്കരൻ മാഷിന്റെ കഥയാണ് വിലായത്ത് ബുദ്ധ. എനിക്ക് പേഴ്സണലി ഷമ്മിച്ചേട്ടൻ ഇങ്ങനെ ഭാസ്കരൻ മാഷായിട്ട് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വേറെ ആരും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഭാസ്കരൻ മാഷ് തന്നെ. ആ ശബ്ദമാണെങ്കിലും ആ എല്ലാം എന്താ, വേറൊരാൾ ചെയ്താൽ റെഡി. ഒരു ലെജൻഡറി ആക്ടർ ആണല്ലോ, ലെജൻഡറി ആക്ടറിന്റെ മോനാണ്, സ്വന്തം ഒരു ലെജൻഡറി ആക്ടറാണ്, ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഷമ്മിച്ചേട്ടൻ പെർഫോം ചെയ്യണത് കാണുന്നത് തന്നെ ഒരു പെർഫോം ചെയ്യുന്നത് പോട്ടെ, ഷമ്മിച്ചേട്ടൻ വെറുതെ ഡബ് ചെയ്യുന്നത് തന്നെ കേൾക്കാൻ രസമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും അടിപൊളിയാണ്. ബോണ്ട് ആക്ടർ അല്ലേ? ഈ പറയുന്ന പോലെ ഇപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല സച്ചി ചേട്ടനെ കുറിച്ചിട്ട് അല്ലെ. മൂവിന്റെ ഒരു ആദ്യം ചേട്ടന്റെ പ്രോജക്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അത് വീണ്ടും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഫീലിങ്? സച്ചി ചേട്ടനെ എനിക്ക് ഇതുവരെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. രാജുവേട്ടനൊക്കെ ആയിട്ട് പക്ഷെ നല്ല അടുപ്പവും. ജയൻ ചേട്ടൻ ഡയറക്ടർ ആണെങ്കിലും ജയൻ ചേട്ടനായിട്ടാണെങ്കിലും ഇപ്പൊ ഇതിൽ അനുമോഹനുണ്ട്, അനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ഭാസ്കരൻ മാഷിന്റെ മോനായിട്ട്. അനി അയ്യപ്പനും കോശിയിലുള്ളത് കൊണ്ട് അനിക്കും കുറെ കഥകളുണ്ടാവും സച്ചി ചേട്ടനായിട്ട്. ബട്ട് എനിക്ക് സച്ചി ചേട്ടൻ ഇതുവരെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഈ ഡയറക്ടറിന്റെ ഒരു പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആസ് എൻ ആക്ടർ നമ്മൾ ആഗ്രഹിക്കില്ലേ. ഞാനിപ്പോ അയ്യപ്പനും കോശിയൊക്കെ കണ്ടപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും എന്ത് രസാ പടം, എന്ത് രസാ പടം. ഞാൻ ഇങ്ങനത്തെ സിനിമ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ടർ സച്ചി ചേട്ടന്റെ കഥയിൽ എപ്പോഴെങ്കിലും ഒരു ഭാഗമാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ജെന്യുവിൻലി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കില്ല. ബട്ട് വിലായത്ത് ബുദ്ധ സച്ചി ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം പ്രൊജക്റ്റും കൂടിയാണല്ലോ ഇപ്പോൾ. എൻ്റെ മോർ ദാൻ എ ഡ്രീം കം ട്രൂ ആണ് എനിക്ക് വിലായത്ത് ബുദ്ധ. അപ്പോൾ എവിടേക്കോ നമ്മുടെ ഡ്രീംസ് തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം എനിക്ക് എന്താ സച്ചി ചേട്ടനെ എവിടേക്കോ വെച്ച് ഞാൻ മീറ്റ് ചെയ്ത പോലെ തന്നെയാണ് വിലായത്ത് ബുദ്ധ നടന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് നേരിട്ട് കാണാൻ ഇത് ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പൃഥ്വിരാജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പൊതുവെ പലർക്കും സംസാരിക്കാനും ഒക്കെ ഒരു ആളുടെ എന്തായിരിക്കും റിപ്ലൈ, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആളായിട്ട് കോമ്പിനേഷൻ സീൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴും എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ എന്തായിരുന്നു പൃഥ്വിരാജിനെ കുറിച്ചിട്ട്? ലൈക്ക് നിങ്ങൾ ഒരുമിച്ച് ഇന്ററാക്ട് ചെയ്തപ്പോൾ മാറിയ ആ തെറ്റിദ്ധാരണ എന്തായിരുന്നു? എനിക്ക് അങ്ങനെ തെറ്റിദ്ധാരണയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ഞാൻ കൂടുതൽ രാജുവേട്ടനെ കുറിച്ച് കേട്ടിരിക്കുന്നത് ഭയങ്കര മെമ്മറി പവറാണ്, ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്, 3 പേജ് 4 പേജ് ഡയലോഗ് ഒറ്റയിരിപ്പിന് തെറ്റിക്കാണ്ട് പറയും, ഭയങ്കര നോളജബിൾ ആണ്, ലൈറ്റോ ലെൻസോ എല്ലാത്തിനെയും കുറിച്ച് ഭയങ്കര നോളജാണ്. ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ കേട്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യമാണെന്ന് പോയി ഞാൻ മനസ്സിലാക്കി. മെമ്മറി പവറിനെ കുറിച്ചിട്ട് അയ്യോ, അതും ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ, നമ്മളെക്കാളും നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത തരം തിരക്കായിരിക്കുമല്ലോ ആൾക്ക്. എന്നിട്ടും സമയം കണ്ടെത്തി അത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരുമ്പോൾ നമുക്കും തോന്നും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഡയലോഗ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പഠിക്കും, നന്നായി പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും, പിന്നെ മറക്കൂല. മറക്കത്തില്ല.
വണ്ടർ അടിച്ചു പോയോ? അതെനിക്ക് തോന്നുന്നു ചിലവർക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടല്ലോ. അതെ അതെ അത് രാജുവേട്ടൻ അതായിരിക്കും നമ്മൾ എന്തിനൊക്കെ കാണുന്ന പോലെ അല്ലേ ശരിക്കും? നമ്മള് എക്സാമിനൊക്കെ ഇങ്ങനെ ആലോചിക്കും അല്ലേ അതുപോലെ അത് ഇതാണ് ശരിക്കും. എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ ആലോചിക്കാറുണ്ടോ മറ്റേ ബുക്ക് എടുത്തിട്ട്? എല്ലാരും ആലോചിച്ചു പോലെ എന്ത് എളുപ്പമായേനെ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ശരിക്കും അത്രയ്ക്ക് ഭയങ്കര മെമ്മറി പവർ ആണല്ലേ? നല്ല ആക്ച്വലി നല്ല മെമ്മറി പവർ ഉണ്ട്. ആൻഡ് ചിലപ്പോൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ രസമാണ് രാജുവേട്ടനോട് വർക്ക് ചെയ്യാൻ. ഗുഡ് ക്വാളിറ്റി അഡാപ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളതുണ്ടോ ഫ്രം പൃഥ്വിരാജ്? ബേസിക്കലി ഇപ്പോൾ പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഗുഡ് ആക്ടർ ആവണമെങ്കിൽ നമുക്ക് ആക്ടിങ്ങിനെ കുറിച്ച് മാക്സിമം ധാരണ വേണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു നല്ല ആക്ടറാവും. പക്ഷെ രാജുവേട്ടനെ കണ്ടിട്ട് മനസ്സിലായത് ആക്ടിങ് മാത്രമല്ല, ടെക്നിക്കലിയും നമ്മൾ മാക്സിമം എത്രത്തോളം നമുക്ക് നോളജ് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കുക. അതായത് എനിക്കൊരു ഗുഡ് ആക്ടർ ആവണമെങ്കിൽ എനിക്ക് ക്യാമറയെ കുറിച്ചും ലൈറ്റിങ്ങിനെ കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചും എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് അത്രയും തന്നെ ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ ആസ് എൻ ആക്ടറും അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് ഞാൻ ശരിക്കും കണ്ട് പഠിച്ചത് രാജുവേട്ടനായിരുന്നു. അതെ. പ്രിയംവദയ്ക്ക് ഒരു റോൾ മോഡൽ ഉണ്ടോ? എന്ത് രീതിയിലാണ്? മൊത്തത്തില് ഇപ്പം ആക്ടിങ്ങിൽ ഒരു ആക്ട്രസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റോൾ മോഡൽ ഉണ്ടോ? ഒരു ആർട്ടിസ്റ്റ് ആണ് പ്രിയമത. അപ്പോൾ അങ്ങനെ ഒരു റോൾ മോഡൽ ഉണ്ടോ ലൈഫിൽ? എനിക്ക് അങ്ങനെ റോൾ മോഡലായിട്ട് ഞാൻ ഇതുവരെ ആരും ആലോചിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്, അല്ലാണ്ട് റോൾ മോഡൽ എന്ന്. ഒരു ഫാൻ ഗേൾ ആണ് ഞാനെന്ന് പറയാൻ പറ്റുമെങ്കിൽ ആരുടെ ഫാൻ ഗേൾ? ഉർവശി ചേച്ചിയുടെ. അതെ, കഥാപാത്രങ്ങൾ ഏറ്റവും ഉർവശി ചേച്ചി ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾ ഐക്കോണിക്. വേറെ ഉർവശി ചേച്ചി ഇല്ല, ഉണ്ടാവൂല. മിക്കവരും പറയുമല്ലോ ഉർവശി ചേച്ചിയൊക്കെ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ ഒരു റോളെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയും. ലെജൻഡറി ആക്ട്രസ് ആണ്. അത് ബിഗ് ഫാൻ ആണ്. ഭയങ്കര ബിഗ് ഫാൻ. അങ്ങനെ ഒരു ഫേവറേറ്റ് ഒരു 4-5 പടങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലോട്ട് വരുന്നത്? ഇപ്പോ മിഥുനമുണ്ട്, പിന്നെ ഇപ്പൊ ഈ അടുത്ത് പറയാ ഉള്ളൊഴുക്കുണ്ട്. പിന്നെ അത് ആക്ടിങ് ആണ്. അത് ഒരു സീനുമില്ലേ മറ്റേ സോഫയിലിരുന്നിട്ട് ചുമ്മാ എന്തോ മറ്റേ പാർവതിനോട് ഒരു മോണോലോഗ് പറയുന്നു. ഞാനിങ്ങനെ ദൈവമേ കണ്ണിൽ തന്നെ ഉണ്ട്, ഇതെങ്ങനെ ആക്ഷൻ കട്ടിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ചേച്ചിയിൽ എത്ര സിനിമകളുണ്ട്, ഓരോന്ന് എടുത്തു പറയാൻ ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ? പിന്നെ കുറേ സിനിമകളുണ്ട്. അതെ, അച്ചുവിന്റെ അമ്മ, പിന്നെ ഇതില്ലേ മൈക്കിൾ മദന കമരരാജാല് മറ്റേ സുന്ദരി, എന്ത് രസം, അതൊക്കെ രസമുണ്ട്. പിന്നെ 1 മുതൽ 0 വരെ, അല്ല സോറി 1 മുതൽ 0 വരെ അല്ല, ഇത് എനിക്ക് എപ്പോഴും പടം തെറ്റും. പൊന്മുട്ടയിടുന്ന താറാവ്, അതൊക്കെ ക്ലാസിക് സിനിമകളാണ്. അതൊക്കെ ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. എങ്ങനെയായിരുന്നു ഇൻടു മൂവീസ് പ്രിയമതയുടെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എന്താണ്, ഒരു പാഷന്റെ പുറത്ത് മാത്രം ഫോളോ ചെയ്ത ഒരു കാര്യമാണ് മൂവീസ്. എന്താണ്, ഐ തിങ്ക് ഒരു 8th 9th ഒക്കെ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് ഒക്കെ ആവുമായിരിക്കും ഞാൻ ചിലപ്പോൾ എന്താവണമെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങുമല്ലോ. അപ്പം എനിക്ക് ഈ ഒരു തോട്ട് കയറി, അതായത് ഒരു ജീവിതത്തിൽ പല പല ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ പറ്റുന്ന വേറെ എന്തുള്ള ആക്ട്രസ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ക്ലാസിക്കൽ ഡാൻസറാണ്, അമ്മ മലയാളിയല്ല, ഡാൻസിന് വേണ്ടി മാത്രമായിട്ട് കാലിക്കറ്റ് നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരാളാണ്. അത്രയും പാഷനേറ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ ഇപ്പോൾ സൗത്ത് സോൺ കൾച്ചറൽ ഡയറക്ടറാണ്. അച്ഛന് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും കൾച്ചർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഫാമിലിയിൽ നിന്നായത് കൊണ്ടാവാം എവിടേക്കും എനിക്കും ഒരു ആർട്ടിസ്റ്റ് ആവണം എന്ന് അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. മനസ്സിലായി. പിന്നെ സിനിമ എന്താ അറിയില്ല, എനിക്ക് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സംതിങ് അബൌട്ട് സിനിമ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അതായത് ഓരോ സിനിമയിലും നമ്മൾ വേറൊരാളായിട്ട് ചെയ്യുന്നു, ഞാനല്ല, പ്രേംവദയായിട്ടല്ല, വേറെ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്നു. എനിക്ക് നോർമൽ ലൈഫിൽ കിട്ടാത്ത തരം എക്സ്പീരിയൻസസ് എനിക്ക് ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ കിട്ടും. ഇതൊക്കെ ഒരു തരം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടായിരുന്നു. ഈ പേര് ഭയങ്കര, ശരിക്കും പറഞ്ഞാല് പ്രിയമത എല്ലാരും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ സ്കൂളിലുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പേരുണ്ടാവില്ലല്ലോ. പ്രിയമത എനിക്ക്
അല്ലാണ്ട് എനിക്ക് വേറെ 1-2 പ്രിയമതകൾ ഇപ്പൊ അറിയാം. ഞാനിങ്ങനെ ഈ വിഷമമായിട്ടോ എന്റെ പേരുള്ള വേറെ 2 പേരുണ്ടെന്ന് അറിഞ്ഞപ്പോ. പക്ഷെ കുറെ ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്ക് അറിയുന്ന വേറെ 2 പ്രിയമതകളേ ഉള്ളൂ. പക്ഷെ അത് റീസെന്റ് ആയിട്ടാണ് പരിചയപ്പെട്ടത്. പക്ഷെ എന്റെ സ്കൂളിലും കോളേജിലൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പൊ വേറൊരു പ്രിയമത. പക്ഷെ എങ്ങനെയായിരുന്നു കൊച്ചിലേക്ക് ഇഷ്ടമായിരുന്നു ഈ ഒരു പേര്? എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, കാരണം കുട്ടികൾക്ക് ആ ഒരു ഏജ് ഒക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ഇടുന്ന പേരല്ല. എനിക്ക് ആക്ച്വലി LKG UKG എന്റെ സ്പെല്ലിംഗ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുറെ തവണ എഴുതി സ്വന്തം പേര് ഇമ്പോസിഷൻ എഴുതി പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രിയംവദ കൃഷ്ണൻ ആണല്ലേ, നൂർജഹാൻ. അതെ, 4 വയസ്സുള്ള കൊച്ചു എങ്ങനെ എഴുതാനാ? അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പൃഥ്വിരാജിനൊക്കെ നമ്മള് ചെറുപ്പം മുതലേ മൂവീസിലൊക്കെ പ്രിയമത കണ്ട് പിന്നെ ആള്, അപ്പം അങ്ങനെ ഒരാളുടെ നായികയായിട്ടെന്നൊക്കെ മൂവിയിൽ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിച്ചു ആഗ്രഹിക്കും കൂടിയില്ല. കാരണം നടക്കോ നടക്കില്ല നമുക്കറിയില്ലല്ലോ. അപ്പം എങ്ങനെയാ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ ലൈഫിൽ? മാനിഫെസ്റ്റേഷനിൽ നല്ലോണം ബിലീവ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സിനിമ എന്നുള്ളൊരു സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമാവണം, സിനിമ ചെയ്യണം, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, ഇതുപോലത്തെ ലാർജർ ദൻ ലൈഫ് സിനിമകൾ ചെയ്യണം എന്ന് എവിടേക്കോ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങോട്ടേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിശ്രമിക്കാൻ തുടങ്ങിയത്. ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കും. അങ്ങനെ 11 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഇപ്പൊ അത് ആക്ച്വലി ഞാൻ റീസെന്റ് ആയിട്ട് തുടങ്ങിയത് കേട്ടോ. ആരൊക്കെ എന്നോട് പറയും 11 കാണുമ്പോ രാത്രിയും കാണും, ഉച്ചയ്ക്ക് രാവിലെയും കാണുമ്പോ നമ്മൾ പിന്നെ നമ്മളൊന്ന് പ്രേ ചെയ്ത് പോവുമല്ലോ, 2 സെക്കൻഡ് ആണല്ലോ പോകുന്നത്. ബട്ട് അങ്ങനത്തെ മാനിഫെസ്റ്റേഷൻ അല്ലാണ്ട് വേറെ തരം ഒരു മാനിഫെസ്റ്റേഷൻ ഇല്ല. നമ്മൾ അത്രയും നമ്മൾ രാവിലെ എണീക്കുമ്പോഴും പോകുന്നതിന് മുന്നേയും ഒരു തോട്ട് തന്നെ നമ്മൾ ചിന്തിച്ച് അതെ. അപ്പൊ ഈ എവിളൈ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഗുഡ് എനർജി ബാഡ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഒരു ബാഡ് എനർജിയുടെ ഒരു ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇവളൈ. അപ്പോ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവളൈ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ചിലവർ പറയില്ലേ, ഇപ്പൊ ആരെങ്കിലും ഒരു കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അന്ന് പനി വരും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ ചില കാര്യങ്ങൾ ചിലർ പറയാറില്ലേ, നമ്മളിപ്പോ ഇങ്ങനെ അത് നടന്നിട്ട് പറഞ്ഞാൽ മതി എല്ലാവരോടും. ഞാൻ ആക്ച്വലി നടന്നിട്ടേ പറയാറുള്ളൂ. ഇപ്പൊ വിലായത്തൂതയുടെ കാര്യം എടുക്കുക വെച്ചാലും ഈ പഠനത്തിലേക്ക് വന്നപ്പോ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ എന്റെ ആകെ കൂടി എന്റെ അച്ഛനമ്മയ്ക്കും പിന്നെ എന്റെ 2-3 വളരെ വളരെ ക്ലോസ് ആയ സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ചോറ്റാനിക്കര പൂജയുണ്ടായിരുന്നു ഇവിടെ പടത്തിന്റെ അന്ന്, കുറച്ചും കൂടി ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എവിടെയും ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. സാധാരണ നമുക്ക് ഇത്രയും വലിയൊരു സംഭവം കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാരോട് പറയൂല. ഞാൻ പറഞ്ഞില്ല. എന്തെങ്കിലും പണി കിട്ടിയതിന് ശേഷമാണോ? അല്ല, എനിക്ക് തോന്നി തുടങ്ങിയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ നമ്മള് മറയൂരൊരു പൂജ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഫ്രണ്ട്സിന്റെ ഒക്കെ റിയാക്ഷൻ? അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇപ്പൊ സ്കൂൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോ അവര് കൂടെ വളർന്ന ആൾക്കാരാണല്ലോ. പണ്ട് ഇങ്ങനെ ആവണം ആക്ട്രസ് ആവണം, എനിക്ക് നല്ല നല്ല സിനിമകളിൽ അഭിനയിക്കണം എന്ന് ഇപ്പോഴും ഇവര് ഞാൻ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അതെ, അവർക്ക് ഇനി എത്ര വലിയ നടിയായാലും അവർക്ക് അവരുടെ അല്ലേ ഭയങ്കര സപ്പോർട്ടീവാ. അവര് ഭയങ്കര എന്താ പറയാ വാലിഡേറ്റ് ചെയ്യും. പക്ഷെ അത്രയും തന്നെ ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസും പറയും. എനിക്ക് പ്രോപ്പർ ജെന്യുവൻ ആയിട്ട് ഒപ്പീനിയൻ പറയുന്ന ഫ്യൂ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. കാരണം അവർക്കറിയാം അത് എന്നെയും ഹെൽപ്പ് ചെയ്യുന്നു. അല്ല എല്ലാം നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. അപ്പൊ ഇവര് രാജുവിന്റെ കൂടെയാണ് മൂവി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ്. എപ്പോഴെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് കാണണം, മീറ്റ് ചെയ്യിക്കണം. അവർക്ക് അറിയാം ഞാൻ ഈ സെറ്റില് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും. ഈ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ എങ്ങനെയാ ഒരു കംഫർട്ട് സോൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്? അതെ, എനിക്ക് എന്റേതായ ഒരു എന്താ പറയാ ഒരു കംഫർട്ട്, ഒരു ഏരിയ ഉണ്ട്. നമുക്കപ്പോ വേറൊരു പ്രിയമതനെ എവിടെ കാണാൻ പറ്റുമോ? സ്ക്രീനിൽ വേറൊരു കഥാപാത്രമായിട്ട്. അല്ലല്ല, ഈ ഫ്രണ്ട്സിന്റെ ഒപ്പം. ഫ്രണ്ട്സിന്റെ ഒപ്പം ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റും. അതല്ല, ഈ ഫ്രണ്ട്സിന്റെ ഒപ്പം ഉള്ളതേ, അതായത് നേരത്തെ പറഞ്ഞ ഒരു കംഫർട്ട് സോണിൽ ചെന്നപ്പോ എങ്ങനെ കുറച്ച് ഹൈപ്പർ. അയ്യോ ഭയങ്കര ഹൈപ്പറാണ്. പിന്നെ അത് മാത്രല്ല, പിന്നെ അവര് നമ്മുടെ കൂടെ വളർന്ന ആൾക്കാരും കൂടിയാണല്ലോ. ആക്ച്വലി എനിക്ക് സിബ്ലിങ്സ് ഇല്ല, എനിക്ക് ഒറ്റ മോളാണ്. അപ്പൊ കുറെയൊക്കെ കൂടെ വളർന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കസിൻസും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്.
അപ്പം നമ്മുടെ ഏറ്റവും പൊട്ടത്തരമായുള്ളൊരു സ്റ്റേജ് തൊട്ട് ഇന്ന് വരെ അവർ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മുന്നിൽ എന്താ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ളത്? അപ്പം അവരുടെ കൂടെ മാത്രം ഇരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ ഹൈപ്പറും എല്ലാം ലൈക്ക് ഫ്രീ ആണ്, ഒന്നും ആലോചിക്കണ്ട. അതെ, ഫുൾ അവരുടെ കൂടെ ഒരു മറ്റേ ജിൽ 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 അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫുൾ വേറൊരു പേഴ്സൺ. വേറെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പേഴ്സൺ വിത്തൗട്ട് എനി ഇൻഹിബിഷൻ ബാരിയേഴ്സ്. അത് ഇത് അതെ, ഒരുപാട് നല്ല കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ച് വെർസറ്റൈൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു 1 or 2 കഥാപാത്രങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലോസ് ടു ഹാർട്ട് ആട്ടോ. ക്ലോസ് ടു ഹാർട്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രിയമതയ്ക്ക് പ്രിയമതയായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? റിലേറ്റബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു മേ ബി സംശയത്തിലൊരു ക്യാരക്ടറുണ്ട്. സംശയം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫേസ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഫേസയുടെ ചില ഡിസിഷൻസും ചില ചിന്തിക്കുന്ന രീതികളും ചെറുതായിട്ട് എനിക്ക് വേണമെങ്കിൽ പ്രിയമതയായിട്ട് ഞാൻ വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. ഒരു ഘട്ടത്തിലൊരു മുറി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ സിനിമയിൽ ഞാൻ മധുമിയ ഓർ പാരിജാതം, ആ ക്യാരക്ടർ 2 പേരുണ്ട്. ആ ക്യാരക്ടറിൻ്റെയും ചില കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായുള്ള ചില കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി ഒരു ക്യാരക്ടർ എനിക്ക് റിലേറ്റബിൾ അല്ല, എക്സ്ട്രീംലി പോളാർ ഓപ്പോസിറ്റ്സ് ആണ്. മനസ്സിലായി. പ്രിയമത യൂഷ്വലി എങ്ങനെയാ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ആലോചിച്ചിരുന്ന അങ്ങനെ എടുക്കുന്ന ആണല്ലേ? മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസ് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ. ആകെ കൂടി ഇപ്പോൾ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ അധികം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ഇന്നൊരു സ്ഥലത്ത് പോകാൻ തോന്നി പോയി. അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്പ് നടക്കാല്ലേ? അങ്ങനെയല്ല, എനിക്കെന്തോ ചില ട്രിപ്സ് പ്ലാൻ ചെയ്തിട്ട് തന്നെ പോണം, ചില ട്രിപ്സ് പ്ലാൻ ചെയ്യാണ്ട് പോണം എന്നുള്ളത്. എങ്ങനെയാ ഇപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണോ? സോളോ ട്രാവൽസ് ആണോ? രണ്ടും പോവാറുണ്ട്. സോളോ പോവാറുണ്ട്, ഇപ്പൊ ഫാമിലി ആയിട്ടും പോവാറുണ്ട്, ഫ്രണ്ട്സ് ആയിട്ടും പോവാറുണ്ട്. എന്നിട്ട് ഇത്രയും ട്രാവലർ ആയിട്ടുള്ള ആള് മറയൂര് കണ്ടിട്ടില്ല എന്നല്ലേ? ഞാൻ ആലോചിച്ചത് എന്തായാലും മറയൂര് മാത്രം. ചിലപ്പോ നമ്മള് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയില്ല, അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ മറയൂര് കാണാനായിട്ട് അല്ലേ ഇതായിരിക്കും വിധിച്ചിട്ടുണ്ടായിരിക്കുന്നത് അല്ലെ? ഇതിലും വലുതായ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, വേണ്ടല്ലോ. ആ ഒരു പ്ലേസ് ഒരുപാട് കണ്ടു. അപ്പൊ അവിടെ ഈ ക്യാമ്പ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത സമയത്തും അവിടെ ഓരോ പേഴ്സൺ ബൈസ് പേഴ്സൺ ഓരോ ആളുകളെയൊക്കെ മീറ്റ് ചെയ്തല്ലോ. അവിടെ നിന്ന് കിട്ടിയ ഒരു ഏറ്റവും നല്ലൊരു അനുഭവം ഏതായിരിക്കും? അവിടെ നല്ല അനുഭവങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അയ്യോ, ഭയങ്കര അവിടെ നല്ല അനുഭവങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അവിടുത്തെ കുറേ ആൾക്കാരായിട്ട് അവരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരുടെ നാട്ടിലൊരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ചെറിയൊരു സ്ഥലമാണ്, എല്ലാവരും അറിയാം. അവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങി ലാസ്റ്റ് നമുക്കും എല്ലാവരും അറിയാം, എല്ലാവർക്കും നമ്മളെ അറിയാം. എന്നും ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു, ഒരു നല്ല ഒരു സ്പേസാണ്. അവിടെ എന്നും പോയി ആ ചേച്ചിയോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ഡേ ഇൻകംപ്ലീറ്റ് പോലെ. എല്ലാവരും അങ്ങനെയായിരുന്നു ആക്ച്വലി. ആൻഡ് തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ എല്ലാവരോടും പായൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അവർ നമ്മുടെ പാർട്ട് ഓഫ് ആർ ലൈഫ് ആയിരുന്നല്ലോ, പാർട്ട് ഓഫ് ആർ മെമ്മറി ആയിരുന്നല്ലോ. തിരിച്ച് മറയൂര് വിട്ട് വരാനായിട്ട് എങ്ങനെ പറ്റി? തിരിച്ച് മറയൂര് നിന്ന് വരാനല്ലേ പറ്റൂ. ബട്ട് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഐ ഹോപ്പ് എല്ലാ ആക്ടേഴ്സിന് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. ആൻഡ് എനിക്കും വീണ്ടും ഇതുപോലത്തെ ഒരു ടീമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇതേ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തെങ്കിലും ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള റോൾസ് ഒരുപാട് ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ജോണേഴ്സ് ഏതൊക്കെയാ? ഞാൻ ഇതുവരെ ഹൊറർ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഹൊറർ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ ഹൊറർ മൂവീസ് കണ്ടിട്ടല്ലേ ഉള്ളൂ, ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അത് ഷൂട്ടിംഗ് ടൈമിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാനുള്ളൊരു ആഗ്രഹം, അതിന്റെ ഒരു പാട്ടാവണം. എങ്ങനെ യക്ഷിയാവാനാണോ ആഗ്രഹം? അതൊന്നല്ല, എന്തോ ആവാം. സൈക്കോളജിക്കൽ ഒരു ഹൊറർ മൂവി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു മിത്തിക്കലായിരിക്കാം, അല്ലെങ്കിൽ വല്ല എന്തും. എനിക്ക് ആ ഒരു ജോണർ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒരു ബയോപിക് ചെയ്യണം എന്ന് ആഗ്രഹം. ആരുടെ ബയോപിക്? അത് ഞാനിപ്പോ എനിക്ക് അറിയില്ല, ഇപ്പൊ പറയുന്നുമില്ല. എപ്പോഴെങ്കിലും എനിക്ക് സൂട്ടാവുന്ന തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ ബയോപിക് ചെയ്യാൻ. ബയോപിക്സ് കണ്ടിട്ടുള്ള കൂട്ടത്തില് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എല്ലാം കണ്ട ബയോപിക്സ് ഒക്കെ എനിക്ക്
ഇഷ്ടമായിട്ടുണ്ട് എല്ലാം കേട്ടോ. work ആയിട്ടുണ്ട്. അതെ അതെ മിക്കതും. കാരണം ഒരു ബയോപിക് ചെയ്യാന്ന് പറഞ്ഞു നിസ്സാര കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കാര്യമല്ല. അല്ല. ആ ഒരു അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം ലുക്ക് വൈസ് ആണെങ്കിലും. സോ അത് ഐ തിങ്ക് എല്ലാം ആക്ടറിന്റെ ഒരു ഡ്രീം ആയിരിക്കും എപ്പോഴെങ്കിലും ലൈഫിൽ കരിയറിൽ ചെയ്യണം എന്ന്. അത് എന്തായാലും അതേപോലെയുള്ളൊരു സംഭവം കൂടിയാണല്ലോ ഒരു സ്റ്റോറി മൂവി ആകുമ്പോൾ അത് ചെയ്യാന്ന് വെച്ചാൽ ഒരാൾ എഴുതി വെച്ച കുറെ പേര് വായിച്ചിട്ടുള്ള ഒരു കഥാപാത്രം അവരുടെ മുന്നിലോട്ട് അല്ലേ? അതെ 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 അത് ചെറിയ കാര്യമല്ല. അതെ അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആൻഡ് November 21st വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ലൈക്ക് എവറി ഡേ രാവിലെ എണീക്കുമ്പോൾ 1 day closer to November 21st എന്ന് പറഞ്ഞിട്ടാണ് എണീക്കുന്നത്. അത് ബിഗ് സ്ക്രീനിൽ കാണാൻ. കാരണം ഈ മൂവി ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിൻ്റെ ഒരു ഗ്രാൻഡ്യോർ, അതിൻ്റെ ഫ്രെയിംസ്, അതിൻ്റെ മ്യൂസിക്, ആ ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ കിട്ടണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് തിയേറ്ററിൽ ഒന്ന് കാണാൻ, മൊത്തത്തിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ. സോ ഐ റിയലി ഹോപ്പ് എല്ലാവരും പോയി കാണും, കണ്ടിട്ട് അഭിപ്രായം പറയണം. ആൻഡ് ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. പ്രിയമതയ്ക്ക് ഇനിയും ആഗ്രഹിച്ച പോലെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പടം കാണണേ. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.